മീഡിയ ന്യൂസ് കണ്ണൂരിൻ്റെ ഏറ്റവും പുതിയ വാർത്താ അറിയിപ്പിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇക്കുറി സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുന്ന പെൻഷൻ വർധനവുണ്ടാകണമെന്ന് പ്രഖ്യാപിക്കണമെന്ന് LDFിൽ നിന്ന് തന്നെ കാര്യം ചർച്ചയായി. സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് അവതരിപ്പിക്കുന്ന ബജറ്റ് ആയതിനാൽ പെൻഷൻ കൂട്ടണമെന്ന ആവശ്യം CPMൽ നിന്ന് തന്നെ ഉയർന്നിട്ടുണ്ട്. തട്ടിൽ നിന്ന് പാർട്ടി പ്രവർത്തകർ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യം ക്ഷേമ പെൻഷൻ കൃത്യമായി ലഭിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഈ ഒരു വിമർശനം വേണ്ടി പെൻഷൻ വർധനവ് കൊണ്ട് ഒരു പരിധിവരെ സാധിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞത് 100 രൂപയുടെയെങ്കിലും വർധനവ് വരുത്തി 1600 എന്നുള്ളത് 1700 ആക്കണമെന്നാണ് ആവശ്യം. നവംബർ മാസം മുതലുള്ള പെൻഷൻ വിതരണത്തിനായുള്ള പുതിയ ലിസ്റ്റ് പുറത്തു വന്നു. പെൻഷൻ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ 3.5 ലക്ഷത്തോളം വരുന്ന അനർഹരായ പെൻഷൻ ഗുണഭോക്താക്കളെയും കൂടി ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി. 28 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് നവംബർ മാസം മുതലുള്ള പെൻഷൻ തുക എത്തിച്ചേരാൻ പോകുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ മാസത്തെ പെൻഷൻ തുക കുടിശ്ശികയുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് 2 മാസത്തെ പെൻഷൻ തുകയെങ്കിലും വിതരണം ചെയ്യും. നമ്മുടെ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴാണ് പുതിയ ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത്. മാത്രമല്ല പല വികസന പ്രവർത്തനങ്ങളും പാതി വഴിയിലുമാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ബജറ്റ് അവതരണം സർക്കാരിനെ സംബന്ധിച്ച് വളരെ നിർണായകരമായ ഒരു ഘട്ടമാണ്. സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ തൊട്ടറിയുന്ന ബജറ്റ് അവതരിപ്പിക്കുവാൻ വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നത്. ഇതിന്റെ ഗതിവേഗം വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുക, നിക്ഷേപകരെ കൊണ്ടുവരിക, ഉത്പാദനക്ഷമത ഉയർന്നു നിൽക്കുന്നതിന് ഊന്നൽ നൽകുക. KN ബാലഗോപാൽ ഇതിനു മുന്നോടിയായി തങ്ങളുടെ മണ്ഡലത്തിൽ നടപ്പാക്കാൻ പോകുന്ന 20ഓളം പദ്ധതികളുടെ ലിസ്റ്റ് നൽകുവാൻ വേണ്ടി എല്ലാ MLAമാർക്കും രേഖാമൂലം കത്തയച്ചു. ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള ഏറ്റവും കൂടുതൽ ഇൻഫോർമേറ്റീവായ വാർത്തകൾ ആദ്യമേ നിങ്ങൾക്ക് അറിയുന്നുണ്ട്. ഏവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ ഒന്ന് പരിഗണിക്കുക. പുതിയൊരു വാർത്തയുമായി വീണ്ടും കാണാം.